ബുക്ക് മൈ ഷോ എന്ന ഓൺലൈൻ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഇപ്പോൾ വല്ലാത്തൊരു തിരക്കിലാണ്. 2026 മാർച്ച് 19 ആയ ഇന്ന് ഇതൊരു വലിയ ട്രെൻഡിംഗ് വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ തിരക്കിന് പിന്നിൽ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബോളിവുഡ് സീക്വലായ ദുരന്തർ 2 ദി റിവെഞ്ച് ആണ്. ആദിത്യ ദർ സംവിധാനം ചെയ്ത് രൺവീർ സിംഗ് നായകനാകുന്ന ഈ സ്പൈ ആക്ഷൻ ത്രില്ലർ ഇന്നലെ അതായത് 2026 മാർച്ച് 18 പെയ്ഡ് പ്രിവ്യൂ പ്രദർശനങ്ങൾ ആരംഭിച്ചിരുന്നു. ഇന്ന് ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെയായിരുന്നു ഈ പ്രദർശനങ്ങൾ. ഈ തന്ത്രപരമായ റിലീസ് രീതിയും റിലീസിന് മുമ്പുള്ള വലിയ പ്രചാരണവും ആദ്യം കിട്ടിയ മികച്ച പ്രതികരണങ്ങളും എല്ലാം ചേർന്ന് ഒരുപാട് സിനിമാപ്രേമികളെ ബുക്ക് മൈ ഷോ വഴി ടിക്കറ്റുകൾ ഉറപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഇത് സിനിമയ്ക്ക് പെട്ടെന്നുണ്ടായ സ്വീകാര്യതയും അതിന്റെ വിതരണത്തിൽ ഈ പ്ലാറ്റ്ഫോമിനുള്ള പ്രാധാന്യവും വ്യക്തമാക്കുന്നുണ്ട്. അടുത്തിടെ ഇറങ്ങിയ ബോളിവുഡ് സീക്വലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഈ സിനിമയെ കണക്കാക്കുന്നത്. 2025 ഇറങ്ങിയ ആദ്യ ഭാഗമായ ദുരന്തറി ന്റെ വൻ വിജയമാണ് ഇതിന് കരുത്തു പകരുന്നത്. ഇത് റെക്കോർഡ് ഭേദിക്കുന്ന അഡ്വാൻസ് ബുക്കിംഗുകളിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിച്ചേക്കാം എന്നതിന്റെ സൂചനയാണിത്. ഒപ്പം വലിയ തോതിലുള്ള ഇന്ത്യൻ സിനിമകൾക്ക് ഇപ്പോഴുമുള്ള ജനപ്രീതിയും ഇത് ഒരിക്കൽ കൂടി അടിവരയിടുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ താരനിര തന്നെയാണ്. രൺവീർ സിംഗാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ജസ്കിരത് സിംഗ് രംഗി എന്ന തന്റെ പഴയ കഥാപാത്രത്തെയാണ് രൺവീർ വീണ്ടും ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഹംസ അലി മസാരി എന്ന പേരിലും ഈ കഥാപാത്രം അറിയപ്പെടുന്നുണ്ട്. ഇവർക്കൊപ്പം സഞ്ജയ് ദത്ത്, ആർ മാധവൻ, അർജുൻ രാംപാൽ, സാറ അർജുൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നുണ്ട്. രതീഷ ബേദി, ഡാനിഷ പാണ്ഡർ, ഗൗരവ് ഗേര എന്നിവരും പ്രധാനപ്പെട്ട മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ആദ്യ ഭാഗം വിജയകരമായി ഒരുക്കിയ ആദിത്യ ദർ തന്നെയാണ് രണ്ടാം ഭാഗവും സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ കാഴ്ചപ്പാടിലും കഥപറച്ചിലിലും ഒരു തുടർച്ച ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. ശശ്വത് സച്ചേവാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. ജിയോ സ്റ്റുഡിയോസും B62 സ്റ്റുഡിയോസുമാണ് നിർമ്മാണം. കറാച്ചിയിലെ ക്രിമിനൽ സംഘങ്ങൾക്കിടയിലേക്ക് നുഴഞ്ഞുകയറുന്ന ഒരു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജന്റിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. 26/11 ആക്രമണങ്ങൾക്ക് പ്രതികാരം ചെയ്യുന്നതും ഇതിന്റെ പ്രധാന കഥാസൂത്രണത്തിന്റെ ഭാഗമാണ്. ഇത് സിനിമയുടെ വിവരണത്തിൽ പ്രത്യേകം എടുത്തുപറയുന്നുമുണ്ട്. ദുരന്തർ 2 ദി റിവെഞ്ച് എന്ന ഈ ചിത്രത്തിന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ CBFC നിന്ന് മുതിർന്നവർക്ക് മാത്രം സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. സിനിമയിൽ ധാരാളം അക്രമരംഗങ്ങളും മുതിർന്നവർക്കായുള്ള വിഷയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏകദേശം 3 മണിക്കൂർ 49 മിനിറ്റാണ് ഈ ചിത്രത്തിന്റെ ദൈർഘ്യം, അതായത് 229 മിനിറ്റ്. അതുകൊണ്ട് തന്നെ സമീപകാലത്ത് ഇറങ്ങിയ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും ദൈർഘ്യമുള്ള ഒന്നായി ഇത് മാറിക്കഴിഞ്ഞു. ഈ സിനിമ ബുക്ക് മൈ ഷോയിലെ അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞു എന്ന് തന്നെ പറയാം. ആകെ ടിക്കറ്റ് വിൽപ്പന 14 ലക്ഷം കടന്നു. ബുക്ക് മൈ ഷോയിൽ ഒരു ബോളിവുഡ് ചിത്രത്തിന് കിട്ടുന്ന എക്കാലത്തെയും വലിയ അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡ് കൂടിയാണിത്. 2023 ഷാരൂഖ് ഖാന്റെ ബ്ലോക്ക്ബസ്റ്റർ ചിത്രം ജവാൻ നേടിയ ബുക്കിംഗ് റെക്കോർഡിനെയും ഇത് മറികടന്നു. റിലീസിന് തൊട്ടുമുമ്പുള്ള 24 മണിക്കൂറിനുള്ളിൽ ദുരന്തർ 2 ദി റിവെഞ്ച് ബുക്ക് മൈ ഷോ വഴി മാത്രം 3.8 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. പ്രേക്ഷകർക്കിടയിൽ ചിത്രത്തിനുള്ള വലിയ സ്വീകാര്യതയാണ് ഇത് കാണിക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ബുക്കിംഗ് പ്രീ സെയിൽസുകൾ ബ്ലോക്ക് സീറ്റുകൾ ഉൾപ്പെടെ 124 കോടി രൂപയിലെത്തിയെന്നാണ് റിപ്പോർട്ട്. ഇത് ആഗോളതലത്തിൽ ചിത്രത്തിനുള്ള വലിയ താൽപര്യവും പ്രേക്ഷകരുടെ സാമ്പത്തിക പിന്തുണയും വ്യക്തമാക്കുന്നു. 2026 മാർച്ച് 18 തുടങ്ങിയ പെയ്ഡ് പ്രിവ്യൂകളിൽ നിന്ന് മാത്രം ഏകദേശം 38 കോടി നേടിയത്. ഔദ്യോഗിക റിലീസിന് മുമ്പുള്ള ഈ വലിയ കളക്ഷൻ ചിത്രത്തിന് പ്രേക്ഷകരിലുള്ള വലിയ സ്വാധീനവും ഘട്ടംഘട്ടമായുള്ള റിലീസ് തന്ത്രത്തിന്റെ വിജയവുമാണ് കാണിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ മികച്ച ബോക്സ് ഓഫീസ് വരുമാനം നേടാനും ആദ്യ ദിവസം വലിയൊരു കുതിപ്പ് നടത്താനും ഇത് സഹായകമായി. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾക്കപ്പുറം ദുരന്തർ 2 ദി റിവെഞ്ചിന് ആദ്യകാല പ്രേക്ഷകരിൽ നിന്നും സിനിമാരംഗത്തെ വിദഗ്ധരിൽ നിന്നും വലിയ പ്രശംസയാണ് ലഭിക്കുന്നത്. പ്രമുഖ സിനിമാ നിരൂപകനും ട്രേഡ് അനലിസ്റ്റുമായ തരുൺ ആദർശ് ചിത്രത്തിന് 4.5 സ്റ്റാർ റേറ്റിംഗാണ് നൽകിയിരിക്കുന്നത്. ഒരു മടിയുമില്ലാതെ അദ്ദേഹം ഇതിനെ മാസ്റ്റർ പീസ് എന്നും സിനിമയുടെ ഏറ്റവും മികച്ച രൂപം എന്നും വിശേഷിപ്പിച്ചു. സുമിത് കടേൽ എന്ന മറ്റൊരു പ്രമുഖ അനലിസ്റ്റ് ഇതൊരു ഗെയിം ചേഞ്ചിങ്, ഇൻഡസ്ട്രി ഷേക്കിംഗ് പ്രതിഭാസം ആണെന്നാണ് പറഞ്ഞത്. ഇത് ചിത്രത്തിന് ലഭിക്കുന്ന നല്ല പ്രതികരണത്തിന് കൂടുതൽ ഉറപ്പ് നൽകുന്നു. സംവിധായകൻ ആദിത്യ ദർ ആണെങ്കിൽ പ്രേക്ഷകരോട് പരസ്യമായി ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട്, സിനിമയുടെ സ്പോയിലറുകൾ പങ്കുവെക്കരുതെന്ന്. ഇത് ചിത്രത്തിന്റെ സങ്കീർണമായ കഥാഗതിയെയും എല്ലാവർക്കും മികച്ച കാഴ്ചാനുഭവം നൽകാനുള്ള സംവിധായകന്റെ ആഗ്രഹത്തെയും അടിവരയിടുന്നു. ഒരു പാൻ ഇന്ത്യ റിലീസ് എന്ന നിലയിൽ ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഉൾപ്പെടെയുള്ള പല ഭാഷകളിലും ഈ ചിത്രം ലഭ്യമാണ്. ഇത് ഇന്ത്യയിലെ വിവിധ ഭാഷാ മേഖലകളിൽ ചിത്രത്തിന് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുക്കുന്നു. ചിത്രത്തിന് രാജ്യമെമ്പാടുമുള്ള വലിയ സ്വീകാര്യത മുതലെടുക്കാനും കൂടുതൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് ഈ ബഹുഭാഷാ സമീപനം. വമ്പൻ ഹിറ്റായി നിരൂപകരിൽ നിന്നൊക്കെ നല്ല അഭിപ്രായം കിട്ടിയ സിനിമയാണല്ലോ ദുരന്തർ 2 ദി റിവെഞ്ച്. പക്ഷേ സിനിമയുടെ റിലീസ് അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ. ചില സാങ്കേതിക പ്രശ്നങ്ങളും തടസ്സങ്ങളുമുണ്ടായി. പ്രധാനമായിട്ടും തമിഴ്നാട്, കർണാടക, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പല പെയ്ഡ് പ്രിവ്യൂ ഷോകളും അവസാന നിമിഷം റദ്ദാക്കേണ്ടി വരികയോ വലിയ താമസം നേരിടുകയോ ചെയ്തിരുന്നു. ഈ പ്രശ്നങ്ങൾക്ക് കാരണം പ്രധാനമായും സാങ്കേതിക തകരാറുകളും സിനിമയുടെ കണ്ടന്റ് കൃത്യസമയത്ത് തിയേറ്ററുകളിൽ എത്തിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുമായിരുന്നു. ഡബ്ബ് ചെയ്ത പതിപ്പുകളുടെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടി രൂക്ഷമായിരുന്നു. എങ്കിലും ഈ പ്രശ്നങ്ങൾ കുറച്ചധികം പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും സിനിമയോടുള്ള ആളുകളുടെ ആവേശം ഒട്ടും കുറഞ്ഞില്ല. സിനിമയുടെ വമ്പൻ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനുകൾ തന്നെയായിരുന്നു അതിന് തെളിവ്. അതുപോലെ സിനിമയെക്കുറിച്ചുള്ള ആളുകളുടെ സെർച്ച് ക്വറികളിലൊക്കെ കണ്ട വൻ താൽപര്യം ഈ സിനിമയ്ക്ക് എത്രത്തോളം ജനശ്രദ്ധയുണ്ടെന്നും ബുക്ക് മൈ ഷോ പോലുള്ള പ്ലാറ്റ്ഫോമുകളുമായി അതിനെന്തോരം ബന്ധമുണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വലിയ സിനിമ ഇവന്റ് തന്നെയാണെന്ന് ഇത് ഉറപ്പിക്കുന്നു. സിനിമയുടെ ഈ മികച്ച പ്രകടനം തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സീക്വലിനും റിലീസിന് മുൻപേയുള്ള നല്ലൊരു പ്രചാരണ തന്ത്രത്തിനും ഇന്ത്യയിലുടനീളമുള്ള പ്രേക്ഷകരെ എങ്ങനെ പിടിച്ചിരുത്താൻ കഴിയുമെന്നാണ്.